മലയാള സിനിമയുടെ ഹരമായ ഇന്നച്ചൻ നിഷ്കളങ്കമായ നർമ്മങ്ങൾ കൊണ്ട് ഇന്ന് ജനഹൃദയങ്ങളിൽ വലിയൊരു സ്ഥാനം നേടിയെടുത്ത ഇന്നസെന്റ്. എന്റെ അമ്മേ, എന്നെ എന്തിനെങ്ങനെ വേദനിപ്പിക്കണേ അത് പറയൂ. ഹോ, എന്റെ അമ്മണിക്കുട്ടി, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ട. സത്യമായിട്ടും നിന്റെ അപ്പൻ്റെല്ലോ, അയാൾ വന്നാലും എനിക്കൊരു പ്രശ്നമില്ല. പോയി ശ്രീധരൻ കൊണ്ടുപോയി തെണ്ടി. ഹോ, എന്റെ ആഞ്ജനേയ, എനിക്ക് കൺട്രോൾ വരും കേട്ടോ. ഇങ്ങനെയുണ്ട പെണ്ണുങ്ങളിവിടെ. സ്വന്തം ശൈലി കൊണ്ട് ഒരു കാലഘട്ടം മലയാള സിനിമ നിറഞ്ഞു നിന്നിരുന്ന ഹാസ്യ സാമ്രാട്ടാണ് മാള അരവിന്ദൻ. ചോദിച്ചിട്ടില്ലേ ആരാടാ എന്റെ മാവേലി വാങ്ങരുത്? വാങ്ങില്ല, വടി പറഞ്ഞത് ഇതാണ് പറയുന്നത്. എറിയാൻ അറിയാവുന്നുണ്ടെങ്കിൽ ദൈവം വടി കൊടുക്കില്ല. ദൈവം വടി, ദൈവത്തിന്റെ വടി. അതായിട്ടുള്ള മാളയുടെ അതേ കാലഘട്ടത്തിൽ തന്നെ മലയാള സിനിമയിൽ ഹാസ്യത്തിന് മറ്റൊരു ശൈലിയുടെ ഉടമയായി വിലസി നിന്നിരുന്ന നടനുണ്ട്, കുതിരവട്ടം പപ്പു. അല്ല, താമരശ്ശേരി ചോരം, നമ്മുടെ കോഴിക്കോട്ട് ചോരം ഉണ്ടല്ലോ, താമരശ്ശേരി ചോരം. അത് ഞാനിങ്ങനെ ഇറങ്ങി വരായിരുന്നു. അപ്പൊ കുറെ കൊള്ളക്കാര് വന്ന് ഇങ്ങോട്ട് വളഞ്ഞ്, എന്നിട്ട് അവർ എന്നോട് ചോദിച്ച് ഈരാളീന്ന് കേട്ടിട്ടുണ്ടോന്ന് ചോദിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞ് ഈരാളീന്ന് കേട്ടിട്ടില്ല, നീരാളീന്ന് കേട്ടിട്ടുണ്ടെന്ന്. ഈരാളിയുടെ ആൾക്കാരാണ്. പുല്ലാണ് ഈരാളി പുല്ലാണ്. TV പരിപാടികളിൽ മറക്കാതെ കാണുന്ന ഒരു പരിപാടിയാണ് വ്യാഴാഴ്ച വൈകുന്നേരത്തെ ചിത്രഗീതം. ഇത് കാണുമ്പോഴാണ് നമ്മുടെ മനസ്സിലൊരു കാര്യം ഓർമ്മ വരുന്നത്. മലയാളത്തിലെ താരങ്ങൾക്കൊക്കെ അഭിനയിക്കാൻ ഒരു ശൈലി ഉള്ളതുപോലെ പാടി അഭിനയിക്കാനും അവരവരുടേതായ ഒരു ശൈലി ഉണ്ട് എന്ന്. മലയാള സിനിമയ്ക്ക് നല്ല ചിത്രങ്ങൾ മാത്രം കാഴ്ചവെച്ചിട്ടുള്ള സമർത്ഥനായ സംവിധായകനാണ് ശ്രീ ബാലചന്ദ്ര മേനോൻ. അദ്ദേഹത്തിന്റെ പല ചിത്രങ്ങളിലും നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ളതും മിസ്റ്റർ മേനോൻ തന്നെയാണ്. മേനോൻ അഭിനയിക്കാൻ ഒരു ശൈലി ഉണ്ട് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ അദ്ദേഹത്തിന് പാടി അഭിനയിക്കാനും സ്വന്തം ശൈലിയുണ്ട്. കാട്ടിൽ കൊടും കാട്ടിൽ മുൾപടർപ്പിൽ ഒരു കൊച്ചുമുല്ല, കാട്ടിൽ കൊടും കാട്ടിൽ മുൾപടർപ്പിൽ ഒരു കൊച്ചുമുല്ല, ആരും കാണാതെ ആരോരും അറിയാതെ ആകെ തളർന്നു പോയി കൊച്ചുമുല്ല. കുട്ടാ, നീ എൻ്റെ അമ്മയാണ്, എൻ്റെ ഭാര്യയാണ്, നീ എൻ്റെ കൊച്ചു കുട്ടനാടി. കുടുംബവേദികളിൽ നിന്ന് സംസാര വിഷയമാണ് ശ്രീനിവാസൻ. കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, അഭിനയം എന്നീ വിവിധ മണ്ഡലങ്ങളിൽ പ്രവർത്തിച്ച ശക്തനാണെന്ന് തെളിയിച്ച ശ്രീനിവാസൻ പാടി അഭിനയിക്കുന്ന കാര്യത്തിലും സ്വന്തം ശൈലിയുടെ ഉടമയാണ്. പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം, പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം. പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം, പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം. നമ്മുടെ പ്രിയങ്കരനായ മോഹൻലാലിനുമുണ്ട് പാടി അഭിനയിക്കാൻ ഒരു ശൈലി. അതുപോലെ തന്നെ ഹാസ്യ സാമ്രാട്ടായ മാള അരവിന്ദനും ചില ചിത്രങ്ങളിൽ മോഹൻലാൽ സ്വയം പാടിയിട്ടുമുണ്ട്. ഇവിടെ മാള അരവിന്ദനും മോഹൻലാലും ഒരുമിച്ച് ഒരു പാട്ടിൽ തന്നെ പാടി അഭിനയിക്കുന്നു. നീ അറിഞ്ഞോ മേലെ മനസ്സ് ആയിരം ഷാപ്പുകൾ തുറക്കുന്നുണ്ട്, നീ അറിഞ്ഞോ മേലെ മനസ്സ് ആയിരം ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. സ്വർഗത്തിലെ മുത്തച്ഛന്മാർക്ക് ഇഷ്ടം പോലെ ഇനി കുഴിക്കാമല്ലോ.
നാടകത്തിന്റെ സംവിധായകൻ പത്മശ്രീ ഓസ്കാർ അവാർഡ് ജേതാവ് കൂടിയായ സുകുമാരണ്ണൻ നിങ്ങളോട് 2 വാക്ക് സംസാരിക്കും. പ്രിയമുള്ളവരെ, ഈ സമൂഹത്തിൽ ആരും നാടകക്കാരായി ജനിക്കുന്നില്ല. പട്ടിണി അതൊന്നു മാത്രമാണ് ഈ ഞങ്ങളെയെല്ലാം നാടകക്കാരാക്കി മാറ്റുന്നത്. നിങ്ങൾ അനുഭവിച്ചാലും. സംവിധായകൻ പറഞ്ഞത് കേട്ടല്ലോ. നാടകം ആരംഭിക്കുന്നു. അയ്യോ കാലവാരി തറേലടിക്കലേ ഞങ്ങ കട്ടപ്പെട്ടെഴുതിയ നാടകമാ ഞങ്ങ നാടകക്കാരാണ്ടേ നല്ല സൂപ്പർ നാടകമാ. ഈ കത്തനും തട്ടിയും ലൈറ്റും പാടകയാ. നാടകക്കാരാണ്ടേ നല്ല സൂപ്പർ നാടകമാ. ഈ കത്തനും തട്ടിയും ലൈറ്റും പാടകയാ. അയ്യോ കാലവാരി തറേലടിക്കലേ. നിർത്തണ. കുറെ നേരമായിട്ടാണ് എല്ലാം കൂടി കിടന്ന് കലകുല കലകുല കലകുലാന്ന്. എന്താണ് ഇത്ര നേരമായിട്ട് നാടകം തുടങ്ങാത്തെ? കാലവാരി തറയിലല്ല, കാലവാരി മേപ്പോട്ടെറിഞ്ഞാൽ നീക്ക് കാർമേഘത്തിനിടെ പോയി തങ്ങി നിൽക്കും. പിന്നെ ഒരു മഴ പെയ്താലേ നീക്ക് താഴത്തേക്ക് വരുള്ളൂ. മനസ്സിലാവണ? തുടങ്ങണ നാടകം. സഹൃദയനി, ഞങ്ങളുടെ 12ാമത് നാടകം. ആരാണ് എന്റെ പ്രൊഡ്യൂസർ? അഥവാ അമ്മയുടെ ഭർത്താവാണോ എന്റെ അച്ഛൻ? ദേവി ഭഗവതി കുത്തുകൊള്ളണേ, കാത്തുകൊള്ളണേ. ഭവാനി ഭവാനി. എന്താ മനസ്സിയ? നമ്മുടെ മകൾ എവിടെ പോയിടി? ഞാൻ ക്ഷേത്രത്തിൽ പോയച്ചാ. ക്ഷേത്രത്തിൽ പോയിട്ട് എന്താ ഇത്ര വൈകിയത്? തൊഴുതു പണങ്ങുമ്പോ ചെരുപ്പ് കണ്ടില്ല. പിന്നെ എന്ത് ചെയ്തു? പുതിയതൊന്നും കിട്ടാത്തത് കൊണ്ട് എന്റെ പഴയ ചെരുപ്പ് എന്നെ ഇട്ടോണ്ട് പോകും. മോളെ, അമ്പലത്തിൽ പോയിട്ട് അർച്ചനയും വെടിവെടിപാടും നടത്തിയോ? ഉവ്വ്. പുത്തൻപുരയിൽ ഭാർഗവന്റെ പ്രിയ പത്നി ഭവാനി ഒരു വെടി, ഭവാനിയുടെ ഭർത്താവ് ഭാർഗവൻ മറ്റൊരു വെടി, പിന്നെ ഞാനും. അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് 3 വെടിവെടിപാട്. എന്താടി കയ്യിൽ? അവിടത്തേക്ക് പ്രസാദം. എവിടെ തേക്കാൻ? ഇവിടെ അങ്ങ് തേക്കാൻ പറ്റില്ല. കൊണ്ടുപോടി അവിടുന്ന്. മോളെ, ഇന്നെങ്കിലും കുളിച്ചു വൃത്തിയായി തലയിൽ ചെമ്പരത്തിപ്പൂവും ചൂടി സുന്ദരിയായി നിൽക്കണം. എന്താണമ്മേ വിശേഷിച്ച്? ഇന്ന് നിന്നെ പെണ്ണ് കാണാൻ ഒരാൾ വരുന്നുണ്ട്. അപ്പോൾ രമേശ് ചേട്ടൻ? നോ, ഇംപോസിബിൾ. അവൻ അറിയുന്നതിന് മുമ്പ് നിന്റെ കല്യാണം ഞാൻ നടത്തും. ഇല്ല, പാർവതിയുടെ കല്യാണം നടക്കില്ല. അത് പറയാൻ നീ ആരാ? പറഞ്ഞാണെങ്കിൽ ഞാനാരാ? അത് തന്നെ എനിക്ക് പറയണത്. വല്ലവരെയും വീട്ടിൽ വന്നിന്ന് കല്യാണം നടക്കില്ലെന്ന് പറയാൻ ഞാനാരാ? ഞാൻ പോട്ടെ. എക്സ്ക്യൂസ് മീ അമ്മാവ. പാർവതി എന്റെ മുറപ്പെണ്ണാണ്. എടാ, അവന്റെ മകളാണ് ഞാൻ. അവൾ എന്റെ മകളാണ്. അമ്മാവ, അവളെ എനിക്ക് കെട്ടിച്ചു തന്നില്ലെങ്കിൽ നാളെ രാവിലെ തൂങ്ങിയാടുന്ന നിന്റെ ശരീരമായിരിക്കും നിങ്ങൾ കാണുന്നത്. ഇവിടെ ആരും തൂങ്ങി മരിക്കുന്നവരായി ജനിക്കുന്നില്ല. ഈ സമൂഹമാണ് അവരെ തൂങ്ങി മരിക്കാൻ പ്രേരിപ്പിക്കുന്നത്. നടക്ക് പുറത്ത്. എന്റെ പുറത്തല്ല, വീടിന് പുറത്ത്. എടാ രമേശ, ഞങ്ങൾക്കൊരു മകൾ മാത്രമല്ല ഒരു മകൻ കൂടി ഉണ്ടെന്നുള്ള കാര്യം നിനക്കറിയാമല്ലോ. അറിയാം, പപ്പൻ. രമേശേട്ടാ, വേഗം പൊയ്ക്കോ. പപ്പേട്ടന്റെ കയ്യിൽ കിട്ടിയ ഗണപതിക്ക് അടിച്ച തേങ്ങ പോലെയാകും രമേശേട്ടൻ. നിർത്ത്. 3 പേരോടും കൂടി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ദൈവം കാല് തന്നിരിക്കുന്നത് നടക്കാൻ മാത്രമല്ല, പിന്നെ ഓടാനും കൂടിയാ. അമ്മച്ചനകത്ത് പോ. അമ്മായച്ചനോ? അയ്യോ, അതല്ല, അമ്മയും അച്ഛനും ഇപ്പോൾ അകത്ത് പോകാൻ. രമേശ് ചേട്ടന് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കൊള്ളാം. ഭവാനി, നമുക്ക് പോകാം. രമേശ് ചേട്ടന് പുണ്ണാക്ക് വേണോ? അയ്യോ അല്ല, പിണക്കമാണോ? എനിക്കാരോടും പിണക്കമില്ല. ഏട്ടൻ എന്നെ വറുത്തുവല്ലേ? അല്ല, വെറുത്തുവല്ലേ? നീയല്ലേ എന്നെ വറുത്തത്? ഇല്ല, എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ അത് രമേശ് ചേട്ടന്റെ ഒപ്പം മാത്രമായിരിക്കും. ദൈവമേ, ഇവളെന്നെ കൊലക്ക് കൊടുക്കുക. രമേശ് ചേട്ടന് ഓർമ്മയുണ്ടോ നമ്മുടെ കുട്ടിക്കാലം? ഒരിക്കൽ
പാടവരമ്പത്ത് കൂടി നമ്മൾ കൈകോർത്ത് പിടിച്ച് നടക്കുമ്പോൾ രമേശ് ചേട്ടൻ കാല് വഴുതി തറയിൽ വീണു. അന്നെന്റെ തല പോയി തലയിലടിച്ചതും അന്നെന്റെ തല പോയി തറയിലടിച്ച് തലച്ചോറ് വെളിയിൽ വന്ന കഥയല്ലേ? അതെ, വെളിയിൽ വന്ന തലച്ചോറ് കാക്ക കുത്തിക്കൊണ്ടുപോയപ്പോൾ പകരം ഹോട്ടലിൽ നിന്നും 12 രൂപ 50 പൈസക്ക് പൊതിച്ചോറ് വാങ്ങി തലയിൽ വെച്ച് തന്ന ഈ പാർവതി കുട്ടിയെ തറവാട്ടറിയാണ് പറഞ്ഞത്. എന്നോട് ക്ഷമിക്കും പാർവതി, എന്നോട് ക്ഷമിക്കും. ഇന്നലെ വീട്ടിൽ പട്ടിണിയായിരുന്നു. വിശപ്പ് സഹിക്കാനാവാതെ തലയിലിരുന്ന പൊതിച്ചോറെടുത്ത് ചാളക്കറിയും കൂട്ടി ഞാൻ തിന്നു പാർവതി, തിന്നു. രമേശ് ചേട്ടനൊരു കൊതിയനാണ്, കൊതിയൻ. പാർവതി! അയ്യോ അയ്യോ പപ്പേട്ടൻ. രമേശ് ചേട്ടാ, നമുക്ക് എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാം. നിൽക്ക! ഞാനും ഒന്ന് കാണട്ടേടി പാപ്പാ. മോനെ, എന്റെ പൊന്നുമോനെ പപ്പ, നിന്നെ ഈ അമ്മയൊന്ന് കണ്ണു നിറയെ കാണട്ടെടാ. മോനെ പപ്പാ, ജയിൽ ജീവിതമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം, സൂപ്പർ. എന്റെ ഊപ്പാട് വന്നു. അവര് നിന്നെ ദേഹോപദ്രവം വല്ലതും? ചെന്ന വഴി ജയിൽ സൂപ്രണ്ട് കാലേ വാരി ഒരു ഒറ്റയടി. പിന്നെ റിമി ടോമിയുടെ ഗാനമേളയായിരുന്നു. എല്ലാം കഴിഞ്ഞ് ബോധം തെളിഞ്ഞപ്പോ ഇല്ലമ്മേ, ബോധം തെളിഞ്ഞില്ല. അവരതിന് സമ്മതിച്ചില്ല. ഇവിടെ ആരും കുറ്റവാളികളായി ജനിക്കുന്നില്ല. ഈ സമൂഹമാണ് അവരെ കുറ്റവാളികളാക്കി മാറ്റുന്നത്. നിനക്ക് ഞാൻ പഠിപ്പിച്ചു തന്ന കളരി എടുക്കാമായിരുന്നില്ലേ? ശ്വാസം എടുക്കാൻ പറ്റിയില്ല, പിന്നെ ആ കളരി. അതെ, എവിടെ എന്റെ പഞ്ഞിക്കുങ്ങൾ പാർവതി? അല്ല, കുഞ്ഞപ്പങ്ങൾ പാർവതി. ഞാൻ ഇപ്പൊ വിളിക്കാം മോനെ. മോനെ പപ്പാ, ആ രമേശൻ ഇവിടെ വന്നിരുന്നു. എന്തിന്? പാർവതിക്കുട്ടിയെ കല്യാണം ആലോചിക്കാൻ. കൊല്ലും ഞാനവനെ. ഈശ്വര, ചതിച്ചു. പാർവതിക്കുട്ടിയെ കാണുന്നില്ല, കൂടെ ആ രമേശിനെയും. ഇവിടെ ആരും ഒളിച്ചോടുന്നില്ല. ഈ സമൂഹമാണ് അവരെ ഒളിച്ചോടാൻ പ്രേരിപ്പിക്കുന്നത്. ഇന്ന് ഞാൻ അവനെ കുത്തി മലത്തിയിരിക്കും. നിൽക്ക്! അവന്റെ കൈകൊണ്ട് ചാകാനല്ല നിന്നെ ഞാൻ വളർത്തിയത്. പോടാകത്ത്. ഭവാനി, വിളിക്കടി പോലീസിനെ. വേണ്ട, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. നിന്നെ ഇന്ന് ഞാൻ തട്ടിപ്പോകരുത്, അനക്കിക്കളയും. അല്ല, അനങ്ങിപ്പോകരുത്, തട്ടിക്കളയും. രമേശ് ചേട്ടനെ ഒന്നും ചെയ്യരുത്. ഞാൻ ഗർഭിണിയാണ്. സത്യം പറയടി, ആരാടി ഈ ഗർഭത്തിന് ഉത്തരവാദി? ഞാൻ സതിമന്ദിരത്തിൽ സുഭദ്രയുടെ മകൻ രമേശൻ എന്ന ഈ ഞാൻ. അപ്പൊ നീയാണല്ലേ ഈ ഗർഭത്തിന് ഉത്തരവാദി? പിന്നെ നീ ഗർഭത്തെ കുറിച്ച് സംസാരിക്കാൻ കാരണം? വെറുതെ ഗർഭത്തോട് താല്പര്യം തോന്നി, അത്ര തന്നെ. അതെ, നീ മാത്രമാണ് ഇതിന്റെ ഉത്തരവാദി. നീ മാത്രമാണ് ഇതിന് ഉത്തരവാദി. നാടകം പൊളിക്കോളെ. എന്താ കാര്യം? എന്താന്ന്? എടാ, ഇത് നാടകമാണ്, ഡയലോഗ് പറയാൻ. ഈ പരിപാടി ഇവിടെ നടക്കൂല. കുട്ടി മരത്തിക്കളെ, മര്യാദക്ക് ഡയലോഗ് പറയടാ. ഒന്ന് പോടാപ്പാ, എനിക്ക് പറ്റൂല. കമ്മറ്റിക്കാര് കാശ് തന്നിട്ടില്ല, നാടകം തീർക്കേണ്ട കാശല്ല, ഡയലോഗ് പറയാൻ. എന്നെ പറഞ്ഞ ഈ കൂതറപ്പടിനെ ഞാൻ കെട്ടണം. എന്നെ കൊണ്ട് പറ്റൂല. നിർത്തടാ. എന്താണത്? നാടകം. ഇതാണോ നാടകം? എന്റെ വന്യേട്ടാ, നാടകത്തിന്റെ പേര് പറഞ്ഞ് ഇവന്മാരെല്ലാം കൂടി ഈ പണി തന്നെ തലയെ കെട്ടി വെക്കാൻ നോക്കുന്നു. നീയൊക്കെ ഒരുപാട് നാടകത്തിന്റെ പേര് പറഞ്ഞ് തോന്നിയാസം കാണിക്കണം. പ്രിയമുള്ളവരെ, ഇവിടെ ആരും വികലാംഗരായി ജനിക്കുന്നില്ല. ഈ കമ്മിറ്റിക്കാരാണ് എല്ലാവരെയും വികലാംഗരാക്കി മാറ്റുന്നത്. സംവിധായകൻ പറഞ്ഞത് കേട്ടല്ല. ഞങ്ങ നാടകക്കാരാണ്, നല്ല സൂപ്പർ നാടകമാ. ഈ കട്ടനും തട്ടിയും ലൈറ്റും വാടകയാ. നല്ല നാടകക്കാരാണ്, നല്ല സൂപ്പർ നാടകം.